സാറേ, ലോകത്ത് പല രാജ്യങ്ങളും ഹിജാബ് ധരിക്കുന്നത് നിർബന്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഫ്രാൻസിൽ നിന്ന് ഇപ്പോൾ വരുന്ന ഒരു വാർത്ത 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ പൊതുസ്ഥലത്ത് ഹിജാബ് ധരിക്കരുതെന്നാണ്. എന്തായിരിക്കും? ഹിജാബ് ധരിക്കണം എന്ന് നിർബന്ധമില്ലാത്ത മുസ്ലിം രാജ്യങ്ങളും ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ നിരോധിക്കുന്ന മുസ്ലിം രാജ്യങ്ങളും ഉണ്ട്. നമ്മൾ ചില ചർച്ചകളും ഒക്കെ പുതിയ കാലഘട്ടത്തിൽ തുർക്ക്മെനിസ്ഥാനോ താജിക്കിസ്ഥാനോ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളെയൊക്കെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ടല്ലോ. ഇത് 15 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾ പൊതുസ്ഥലത്ത് ഹിജാബ് ധരിക്കാൻ പാടില്ല, തലമൂടുന്ന വസ്ത്രം. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രസിഡന്റ് മാക്രോണിൻ്റെ റെനൈസൻസ് പ്രസ്ഥാനം ഫ്രാൻസിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ ഒരു കമ്മിറ്റിയെ വെച്ചിരുന്നു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിലെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നിരോധനം വന്നിരിക്കുന്നത്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, മുസ്ലിം പെൺകുട്ടികൾ ഹിജാബ് ധരിക്കാൻ പാടില്ല. അപ്പം മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഉണ്ടല്ലോ, ഭീകര പ്രസ്ഥാനം, ഈജിപ്തിൽ തുടങ്ങിയത്. ആ മുസ്ലിം ബ്രദർഹുഡ് ഫ്രാൻസിൽ വളരെ ആക്റ്റീവാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള രഹസ്യ വിവരങ്ങളുമൊക്കെ ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പം മുസ്ലിം ബ്രദർഹുഡിൻ്റെ പടർന്നു കയറൽ ചെറുക്കണം എന്നുള്ളതും ഒക്കെ ഇത്തരം തീരുമാനങ്ങളുടെ ഭാഗമാണ്. മുൻ പ്രധാനമന്ത്രി, റെനസൻസ് ഈ പാർട്ടിയുടെ ചീഫ്, അതായത് മാക്രോണിൻ്റെ പാർട്ടിയുടെ ചീഫും മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഗബ്രിയേൽ അട്ടൽ നേതൃത്വം കൊടുത്ത കമ്മിറ്റിയാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പറ്റി ഫ്രാൻസിലെ, അത് ഏതൊക്കെ ദിശയിലേക്കാണ് പോകുന്നത്, എത്രമാത്രം ഭീകരത അതിൻ്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നൊക്കെ പഠിച്ച് റിപ്പോർട്ട് കൊടുത്തത്. ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം മുഴുവൻ പുറത്തൊന്നും വന്നിട്ടില്ല. പക്ഷേ ആ റിപ്പോർട്ടിലെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത്. 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ ഹിജാബ് ധരിക്കാൻ പ്രേരിപ്പിക്കുന്ന മാതാപിതാക്കളെ, ബാപ്പയെയും ഉമ്മയെയും ശിക്ഷിക്കാനുള്ള വ്യവസ്ഥ ഉണ്ട്. ഹിജാബ് ധരിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. ഇനി ഈ 15 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ ഈ ഹിജാബ് ധരിക്കുന്ന പരിപാടി, മുസ്ലിം പെൺകുട്ടികൾ, അത് ലിംഗസമത്വത്തിന് തകർക്കുന്ന ഒരു പ്രവണതയാണ് എന്ന് ഈ നിരോധിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കുട്ടികളുടെ സുരക്ഷയെയും ഇത് ബാധിക്കുന്നുണ്ട് എന്ന് കണ്ടിട്ടാണ് നിരോധനം. 2023 ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പറ്റി ഫ്രാൻസിൽ പഠിക്കാൻ ഒരു സമിതിയെ വെക്കുന്നത്. അത് ചർച്ച ചെയ്യാനായിട്ട് ഉന്നതതല മന്ത്രിമാരുടെ സംഘവും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് അവർ ശുപാർശ സമർപ്പിച്ചു. ആ ശുപാർശകൾ മന്ത്രിമാരുടെ ഉന്നതതല സംഘം ചർച്ച ചെയ്തു. 1928 ഈജിപ്തിലാണ് ഈ മുസ്ലിം ബ്രദർഹുഡ് തുടങ്ങിയത്. ഒരു മദ്രസയിലൊക്കെ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകൻ ആണ് ഇത് തുടങ്ങിയത്. അത് പല സ്ഥലത്തും വ്യാപിച്ചു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഖത്തറിൽ അടുത്ത കാലത്ത് മുസ്ലിം ബ്രദർഹുഡ് നിരോധിച്ചിരുന്നു. അവരൊരു രാഷ്ട്രീയ കക്ഷിയായിട്ട് രൂപാന്തരപ്പെട്ടു. പിന്നെ കുറെ സീറ്റുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുകയും ചെയ്തിരുന്നു. 31 സീറ്റോ മറ്റോ ഒക്കെ കിട്ടുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഖത്തർ പൊതുവെ മുസ്ലിം ബ്രദർഹുഡിനോട് സ്നേഹത്തിലൊക്കെ മൃദുത്വ സമീപനത്തിലൊക്കെ ആയിരുന്നു. പക്ഷെ ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക, പിന്നെ ഈ ഖത്തറിൽ തന്നെ ഉപയോഗിക്കാനുള്ള സ്ഫോടകങ്ങൾ ഈ നേതാവിൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു, വീട്ടിൽ നിന്ന് തന്നെ പിടിച്ചെടുക്കുകയോ ചെയ്തു ഖത്തറിൽ. അങ്ങനെയാണ് അവിടെ മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫ്രാൻസിൽ മുസ്ലിം ബ്രദർഹുഡ് നുഴഞ്ഞു കയറി പയറ്റാൻ തുടങ്ങി. അത് പിന്നെ ഈ പറഞ്ഞ പോലെ ഭീകരതയിലേക്കൊക്കെ പോകാൻ തുടങ്ങി. യൂറോപ്പിൽ തന്നെ പല സ്ഥലത്തും ഈ സാന്നിധ്യം മുസ്ലിം കുടിയേറ്റത്തിനെതിരെയുള്ള വികാരമൊക്കെ ഉണ്ട്. അങ്ങനെയാണല്ലോ തീവ്ര വലതുപക്ഷ പാർട്ടികളൊക്കെ തെരഞ്ഞെടുപ്പിലൊക്കെ ജയിക്കാൻ തുടങ്ങിയത് ഈ കുടിയേറ്റത്തിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ടാണ്. അപ്പോൾ അത് മാക്രോണിനും കാണാതിരിക്കാൻ പറ്റില്ല.
ഇടതുപക്ഷത്തിന് മാത്രം സഖ്യത്തിൽ കൊണ്ടുകിടന്നിട്ടും മാക്രോണിന് ഗുണമൊന്നും കിട്ടാനില്ലല്ലോ. അപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അണ്ടർമൈനിങ് ദി ഫാബ്രിക് ഓഫ് സൊസൈറ്റി ആൻഡ് ഡിസ്ട്രോയിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സാമൂഹിക ഘടനയെ തന്നെ അട്ടിമറിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പേരിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അത് സ്ഥാപനങ്ങളെ, സംവിധാനങ്ങളൊക്കെ തച്ചുടയ്ക്കുന്നു. കാരണം ഈ ഒക്ടോബർ 7-ന് ശേഷം പല യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിരന്തരം പ്രതിഷേധ പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളും, പലസ്തീൻ അനുകൂല കൊടി, ഇങ്ങനത്തെ പരിപാടികളൊക്കെ അരങ്ങേറിയല്ലോ. അപ്പോൾ അത് വലിയ ഭീഷണി. ജർമ്മനിയിലൊക്കെ ധാരാളം നിരോധനങ്ങൾ ഇല്ലേ, മോസ്കുകൾ തന്നെ അടച്ചു പൂട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ജർമ്മനിയിൽ ഹാംബർഗിലും മറ്റുമൊക്കെ. അപ്പോൾ മുഴുവൻ റിപ്പോർട്ടും പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഫ്രാൻസിൽ ഈ വരുന്ന ജൂണിൽ മറ്റേ ഒരു ഫോളോ അപ്പ് മീറ്റിംഗ്, ഇത് എങ്ങനെയൊക്കെ ഇനി കൂടുതൽ എന്തൊക്കെ നടപ്പാക്കണം, ഇപ്പോൾ നടപ്പാക്കിയത് വിജയമാണോ എന്നൊക്കെ വിലയിരുത്താനായിട്ട് ഒരു മീറ്റിംഗ് കൂടി ചേരുന്നു പറഞ്ഞിട്ടുണ്ട്. സ്കൂളുകൾ, മതസംഘടനകൾ, ഈ കായിക സംഘടനകൾ, NGOകൾ, ഇതിൻ്റെ അകത്തൊക്കെ മുസ്ലിം ബ്രദർഹുഡ് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അതായത് മുസ്ലിം ബ്രദർഹുഡ് എന്നുള്ള പേരിൽ നിൽക്കാതെ മറ്റ് പേരുകളിൽ, അതായത് സ്കൂളുകളിൽ വേറെ സംഘടനയായിരിക്കുക, മതസംഘടനകൾ വേറെ പേരിൽ രൂപീകരിക്കുക, സ്പോർട്സ് സംഘടനകൾ ഉണ്ടാക്കുക, NGOകൾ, അങ്ങനെ മുസ്ലിം ബ്രദർഹുഡ് പടരുന്നത് അവിടുത്തെ മതേതരത്വത്തിനും ലിംഗസമത്വത്തിനും വെല്ലുവിളിയാണ് എന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്രാൻസ് പൊതുവെ സ്വതന്ത്രമായ രാജ്യമാണല്ലോ, മതവും രാഷ്ട്രീയവും വെവ്വേറെയായിട്ടാണ് അവിടെ കാണുന്നത്. ഫ്രാൻസിൽ ഒരുപാട് സമരങ്ങളൊക്കെ നടന്നിട്ടുള്ള സ്ഥലമല്ലേ. ഫ്രഞ്ച് വിപ്ലവം നടന്നിട്ടുണ്ട്. റൂസോയെ പോലുള്ള ആളുകൾ, ഏറ്റവും അവസാനമൊക്കെ നോക്കുകയാണെങ്കിൽ സാർട്രിനെ പോലെയൊക്കെയുള്ള ആളുകൾ പാരീസിൽ, ആൽബർ കാമു കുറേ കാലം ജീവിച്ചത് അവിടെ. അങ്ങനെ മാർട്ടിൻ ഹൈഡഗറെ പോലെയുള്ള ചിന്തകന്മാർ, ധാരാളം ആളുകൾ മാറ്റിമറിച്ചിട്ടുള്ള വിപ്ലവങ്ങളൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ മതവും മറ്റേതും വെവ്വേറെയാണ്. 2004 ഒരു നിയമം വന്നിരുന്നു ഫ്രാൻസിൽ, സ്കൂളുകളിൽ മതചിഹ്നങ്ങൾ പാടില്ല. വേഷവിധാനോ തലയിലോ അല്ലേ, അങ്ങനത്തെ സിഖുകാർ ചെയ്യുന്ന പോലെ ഒന്നും പറ്റില്ല. കുരിശ്, ജൂതന്മാരുടെ കിപ്പ, പിന്നെ മുസ്ലിങ്ങളുടെ ഹിജാബ്, പിന്നെ സിഖുകാരുടെ ടർബൻ, ഇതൊന്നും സ്കൂളുകളിൽ പറ്റില്ല എന്ന് 2004 തന്നെ ഉത്തരവുണ്ട്. അത് സ്കൂളുകളെ സംബന്ധിച്ചാ, ഇപ്പൊ പൊതുയിടങ്ങളെ സംബന്ധിച്ചിട്ടാണല്ലോ ഈ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ ഡ്യൂട്ടിയിലുള്ള ജീവനക്കാരും ഇതൊന്നും ഇടരുത് എന്ന് നിയമം വന്നിട്ടുണ്ട്. 2023 അബായ എന്ന് പറഞ്ഞ വസ്ത്രം ഉണ്ടല്ലോ, ഈ മുട്ടിന് താഴെ കാലുവരെയൊക്കെ മൂടുന്ന ഗൗൺ പോലെയുള്ള വസ്ത്രം, നീളം കുപ്പായ, അബായ, അത് 2023 നിരോധിച്ചു സ്കൂളുകളിൽ. അത് നിരോധിച്ചിരുന്നു. കായിക രംഗത്തും അത് നിരോധിക്കാനായിട്ട് ആലോചനകൾ നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയും ഇങ്ങനെ എന്തെങ്കിലും ഒരു നിയമം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ CPM എതിർക്കില്ലേ അതിനെ. അതുപോലെ ഫ്രാൻസിലും ഈ നിരോധനത്തിനെ സോഷ്യലിസ്റ്റ് പാർട്ടി എതിർത്തിട്ടുണ്ട്. സ്വാഭാവികം. 2022 മറീൻ ലിപ്പൻ, ഇപ്പോൾ വലതുപക്ഷ തീവ്രവാദ പാർട്ടിയുടെ ഒക്കെ നേതാവാണല്ലോ, അവരിത് ആവശ്യപ്പെട്ടിരുന്നു, ഈ ഹിജാബ് നിരോധിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു. ഫെഡറേഷൻ ഓഫ് മുസ്ലിംസ് എന്ന് പറഞ്ഞ സംഘടനയും പിന്നെ മുസ്ലിമൻസ് ഡി ഫ്രാൻസ് എന്ന് പറഞ്ഞ സംഘടനയും ഒക്കെ ഇതിനെ എതിർത്തിട്ടുണ്ട്. അത് സ്വാഭാവികം. അവർ മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഒക്കെ കൂടെ നടക്കുന്ന ആളുകളാണ്. ലിയോൺ എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്ത് വില്ലർബാൻ മോസ്ക്, അത് മുസ്ലിം ബ്രദർഹുഡിൻ്റെ മോസ്കാണ്. അപ്പം മുസ്ലിം ബ്രദർഹുഡ് അവിടെ മോസ്കുകളും പിടിച്ചെടുത്തോണ്ടിരിക്കുന്നു ഒക്കെ, അങ്ങനെ അവർക്കും മോസ്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തും പല ആക്ടിവിറ്റീസും നടക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഈ നിർണായക സ്വാധീനം ചെലുത്താനായിട്ട് ബ്രദർഹുഡ് പല നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഫ്രഞ്ച് ഭരണകൂടം അതിന് കൃത്യമായ തടയിടാനായിട്ട് ശ്രമം നടത്തുന്നു. ഫ്രഞ്ച് ഭരണകൂടം പൊതുവെ ഇങ്ങനെ അല്ലായിരുന്നു. അവർ കുറച്ച് ഇടതുപക്ഷ സ്വഭാവമൊക്കെ
ഫ്രാൻസിന് ഉണ്ടല്ലോ. അതെ അതെ. പക്ഷെ അവിടെ തീവ്ര വലതുപക്ഷം തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു വരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഒരു ത്രിശങ്കു സഭ പോലെയൊക്കെ വന്നില്ലേ. അപ്പൊ അതുകൊണ്ട് തീവ്രപക്ഷ സ്വഭാവമുള്ള ഈ യൂറോപ്യന്മാർക്ക് വേണ്ടി തന്നെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നിരിക്കുന്നു. മുസ്ലിം കുടിയേറ്റം കൂടുകയും അവിടുത്തെ ഡെമോഗ്രഫി തന്നെ മാറുന്ന അവസ്ഥയും ഒക്കെ യൂറോപ്പിൽ വരുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അവരുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു, യൂറോപ്പിന്റെ തന്നെ. അപ്പൊ അവർ ബദൽ മാർഗങ്ങൾ നോക്കുന്നു. അതിന്റെ ഭാഗമാണിത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.